അതായത് എ ബിക്ക് ഒരു പണം കൊടുക്കാമെന്ന് എഗ്രിമെൻ്റ് ചെയ്യുന്നു, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെക്കുന്നു സി ആയിട്ട്. അതായത് സി മുഖാന്തരമായിരിക്കും ബിക്ക് പണം കൊടുക്കാമെന്ന് എന്താ പറയുക ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുകയാണ്. അവിടെ സി എന്ന് പറയുന്നതാണ് ആക്സെപ്റ്റർ. ഓക്കെ, സോറി, സിക്ക് പണം നൽകാമെന്ന് എയും ബിയും കൂടി ഒരു കോൺട്രാക്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുകയാണ്. പക്ഷെ ഡ്യൂ ഡേറ്റ് ആവുന്ന സമയത്ത് ബിൽ ഈസ് ഡിസോണർഡ്. ആ ബില്ല് ഡ്യൂ ഡേറ്റ് ആവുന്ന സമയത്ത് പേ ചെയ്തില്ല, അത് ഡിസോണർ ആയി പോകും. ഓക്കെ, അതാർക്കാണ് ഡിസോണർ ആയി പോകുന്നത്? സിക്കാണ് പണം കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എ ഈസ് ലയബിൾ നോട്ട് ഓൺലി ഫോർ ദ എമൗണ്ട് ഓഫ് ദ ബിൽ ബട്ട് ഓൾസോ ഫോർ എനി ഇൻട്രസ്റ്റ് ആൻഡ് ചാർജസ്. അതായത് അപ്പം എ എന്ത് ചെയ്യും? അപ്പോൾ ആ സമയത്ത് എക്ക് അയാളെ ബില്ലിലുള്ള ക്യാഷ് മാത്രമല്ല അതിന് പുറമെ ഒരു ഇൻട്രസ്റ്റും കൂടി നൽകേണ്ട അവസ്ഥ വരും. ആ ബില്ല് ഡിസോണർ ആവുന്ന സമയത്ത് അത്രയും കാലത്തെ സിക്കുള്ള ബില്ല് അതിലുള്ള എത്രയാണോ ബിൽ എമൗണ്ട് അത് മാത്രമല്ല അതൊരു ഇൻട്രസ്റ്റും കൂടി നൽകേണ്ടി വരും, എക്സ്റ്റെൻഡ് കൊടുക്കേണ്ടി വരും. അതിനെയാണ് എക്സ്റ്റൻഷൻ ഓഫ് ഷ്യൂറിറ്റി ലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഷ്യൂറിറ്റി എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ ആണ്, തേർഡ് പേഴ്സണ് പണം കൊടുക്കാന്നുള്ളൊരു അഗ്രിമെൻ്റ് ആണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആവുന്ന സമയത്ത് എമൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു ഇൻട്രസ്റ്റും കൂടി, അതിൽ പറഞ്ഞ എമൗണ്ട് മാത്രമല്ല അതിന് പുറമെ ഒരു ഇൻട്രസ്റ്റും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് എ ലയബിൾ ആയിരിക്കും. ഓക്കെ, അതിനാണ് കോൺട്രാക്ട് ഓഫ് ഷ്യൂറിറ്റി ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി. കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി, ഗ്യാരണ്ടിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതായത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി 2 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് നമ്മൾ പഠിച്ചല്ലോ, ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ഇൻക്ലൂഡഡ് ആയിരിക്കും അതിൽ. അത് 2 ടൈപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്യാരണ്ടിയും സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയും. ഫസ്റ്റ് വൺ കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി 2 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സ്പെസിഫിക്കും സെക്കൻഡ് വൺ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയും. സ്പെസിഫിക് ഗ്യാരണ്ടിയും കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയും അങ്ങനെ 2 ടൈപ്പാണുള്ളത്. സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ ഡെപ്റ്റോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ട്രാൻസാക്ഷനോ ആയിരിക്കും അവിടെ നടക്കുക. ഓക്കെ, ഒരു സിംഗിൾ ഡെപ്റ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു സ്പെസിഫിക് ട്രാൻസാക്ഷൻ്റെ മുകളിൽ നമ്മൾ ഒരു സൈൻ ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ പേര് പോലെ തന്നെ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന്. വേറെസ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. അതായത് ഒരു കാര്യത്തിനായിരിക്കില്ല, അതൊരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അതായത് ഗ്യാരണ്ടി വിച്ച് എക്സ്റ്റെൻഡ് ടു ദ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ. നമ്മളെ ഗ്യാരണ്ടി നൽകുന്നത് ഒരു സിംഗിൾ ഡെപ്റ്റിൻ്റെ മുകളിലോ ഒരു സിംഗിൾ സ്പെസിഫിക് ട്രാൻസാക്ഷൻ്റെ മേലെ അല്ലാതെ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ്റെ മേലെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? കണ്ടിന്യൂയിങ് ആയിരിക്കും. അപ്പോൾ അതിനെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തിനുള്ള എക്സാമ്പിളാണെന്ന് നോക്കട്ടെ. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഓൺ എംസ് റെക്കമെൻഡേഷൻസ് എക്സ് വെൽത്തി ലാൻഡ് ലോഡ് എംപ്ലോയീസ് പി ഹാസ് എസ്റ്റേറ്റ് മാനേജർ ഈ ഡ്യൂട്ടി. അതായത് നമ്മളൊരു കണ്ടിന്യൂയിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിന് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പം കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടീസ് 2 ടൈപ്സ് ആണ്, സ്പെസിഫിക് ആൻഡ് കണ്ടിന്യൂയിങ്. ഒരു സിംഗിൾ ഡെപ്റ്റിൻ്റെ മുകളിലോ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ്റെ മുകളിലോ ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്പെസിഫിക് എന്ന് പറയുന്നു. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ ആയിരിക്കും. ഓക്കെ, അതിനെയാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റീവൊക്കേഷൻ ഓഫ് ദ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. അതായത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എപ്പോഴൊക്കെ നമുക്ക് റീവൊക്കേറ്റ് ചെയ്യാം. റീവൊക്കേറ്റ് ചെയ്യുന്ന റദ്ദാക്കാം അല്ലെങ്കിൽ അതിനെ പിന്മാറാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി നമ്മൾ സൈൻ ചെയ്താൽ നമുക്ക് എപ്പോഴെങ്കിലും അതിൽ നിന്ന് പിന്മാറേണ്ട ആവശ്യം വരുമല്ലോ. അത് ഏതൊക്കെ കേസിലാണ്? ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. അതായത് നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാണെന്ന് അറിയിച്ചും കൊണ്ട് അതിലെ പ്രിൻസിപ്പലിനോ അല്ലെങ്കിൽ ഡെപ്റ്റർക്കോ നമ്മൾ എന്ത് ചെയ്യാം? ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. ആ കേസിൽ നമുക്ക് ആ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയിൽ നിന്ന് ആ സർട്ടൻ പേഴ്സണിന് വിട്ടു നിൽക്കാം. അതായത് ഇൻ റെസ്പെക്ട് ഓഫ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ ദ ഷ്യൂരിറ്റി മേ അറ്റ് എനി ടൈം റീവോക്കേറ്റ് ദ ഗ്യാരണ്ടി. അപ്പോൾ ഷ്യൂരിറ്റിക്ക് ഏത് സമയവും ആ ഗ്യാരണ്ടിയിൽ നിന്ന് റീവോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു തേർഡ് പേഴ്സൺ ആണ് അയാൾ. ഓക്കെ, അപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ബൈ ഗിവിങ് എ നോട്ടീസ് ടു എ ക്രെഡിറ്റർ
ഇൻ സച്ച് എ കേസ് ദ ഷുവറിറ്റി റിമൈൻസ് ലയബിൾ ഫോർ ട്രാൻസാക്ഷൻ ഇസ് ഓൾറെഡി ടേക്കൺ പ്ലേസ്. അതായത് ആ ക്രെഡിറ്റർക്ക് അയാൾ ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് അയാൾക്ക് അതിൽ നിന്ന്, പക്ഷെ അതിൻ്റെ എല്ലാ അതുവരെയുള്ള എന്തെങ്കിലും ബാധ്യതകളോ ലയബിലിറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അങ്ങനെ അയാൾക്ക് എന്ത് ചെയ്യാം, പിന്നെ മുന്നോട്ടുള്ള ട്രാൻസാക്ഷൻ അയാൾക്ക് റീവൊക്കേറ്റ് ചെയ്യാം. രണ്ടാമത്തത് ഡെപ്ത് ഓഫ് ദ ഷുവറിറ്റി. മനസ്സിലായോ? ഒരു ഷുവറിറ്റീൻ്റെ തേർഡ് പേഴ്സൻ്റെ ഡെത്ത് സംഭവിക്കുകയാണെങ്കിലും അയാൾക്ക് പിന്നീട് അങ്ങോട്ട് മരിച്ചുപോയാൽ പിന്നെ എന്തായാലും ഇല്ലല്ലോ, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിന്ന് അയാൾക്ക് അത് റീവോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കേസസാണ് ബൈ നോട്ടീസ് വഴിയും ഡെത്ത് ഓഫ് ദ പേഴ്സൺ വഴിയും നമുക്ക് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിന്ന് വിട്ടു നിൽക്കാം. ഓക്കെ. ദെൻ റൈറ്റ്സ് ഓഫ് എ ഷുവറിറ്റി. ഒരു ഷുവറിറ്റിക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ വന്നത്. ഇനി ഇത്ര നേരം നോക്കിയത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഒരു ഷുവറിറ്റിക്ക് വിട്ടു നിൽക്കുക എങ്ങനെയാണ്. ഇനി നോക്കുന്നത് റൈറ്റ്സ് ഓഫ് എ ഷുവറിറ്റി. ഷുവറിറ്റീൻ്റെ റൈറ്റ് ആണ്. അതായത് റൈറ്റ്സ് എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഫസ്റ്റ് വൺ. ദെൻ എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ, എഗെയിൻസ്റ്റ് ദ കോ ഷുവറിറ്റീസ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്, അതിൽ 2 വരുന്നത്. റൈറ്റ് ഓഫ് സബ്രോഗേഷനും റൈറ്റ് ഓഫ് ഇൻഡെംനിറ്റിയും ആണ് വരുന്നത്. റൈറ്റ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ദ ഷുവറിറ്റി അക്വേഴ്സ് ഓൾ ദ റൈറ്റ്സ് വിച്ച് ദ ക്രെഡിറ്റർ ഹാഡ് എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ എന്താ പറയുക ക്രെഡിറ്റർ എല്ലാ ബാധ്യതകളും ഷുവറിറ്റി ഏറ്റെടുക്കുന്നതിനാണ് റൈറ്റ്സ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്സ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ the surety another right, the right of indemnity. In every contract of guarantee there is an implied promise by the principal debtor and surety, and the surety endeavored to recover the principal debtor with the same rightfully. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ നമ്മൾ പറഞ്ഞല്ലോ എക്സ്പ്രസും ഇംപ്ലൈഡും കോൺട്രാക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പം വെറസ് ദ എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഷുവറിറ്റി പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കാന്നുള്ളൊരു റൈറ്റ് ഉണ്ടാവും. അതാണ് റൈറ്റ് ഓഫ് ഇൻഡെംനിറ്റിയും റൈറ്റ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ റൈറ്റ്സ് എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ. ക്രെഡിറ്റർക്ക് എഗെയിൻസ്റ്റ് റൈറ്റ് എങ്ങനെയാണ്? റൈറ്റ് ഓഫ് സെക്യൂരിറ്റി, റൈറ്റ് ടു സെറ്റ് ഓഫ്. അതായത് സെക്യൂരിറ്റി വെച്ചുകൊണ്ട് അയാളുടെ റൈറ്റ് ഏറ്റെടുക്കുന്നതാണ് റൈറ്റ്സ് ഓഫ് സെക്യൂരിറ്റീസ്. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അയാളുടെ എല്ലാ ക്രെഡിറ്ററുടെ എല്ലാ ബാധ്യതകളും സെറ്റ് ഓഫ് ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ട്? നമ്മൾ ഷുവറിറ്റീൻ്റെ റൈറ്റ്സ് ആണ് നോക്കുന്നത്, ഷുവറിറ്റിക്കുണ്ട്. പിന്നെ റൈറ്റ്സ് എഗെയിൻസ്റ്റ് ദ കോ സെക്യൂരിറ്റീസ്. കോ സെക്യൂരിറ്റീസിന് മുകളിലുള്ള റൈറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ ദ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഈസ് ഗ്യാരണ്ടീഡ് ബൈ മോർ ദാൻ 1 person ദർ ആർ കോൾഡ് കോ സെക്യൂരിറ്റീസ്. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് ഗ്യാരണ്ടീഡ്, അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ കടം കൊടുക്കാനുള്ളത് ടു മെനി മോർ പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക കോ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദ കോ സെക്യൂരിറ്റീസ് ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ആസ് അഗ്രീഡ് ടുവേർഡ്സ് ദ പേയ്മെൻറ്റ് ഓഫ് ഗ്യാരണ്ടീഡ് ഡെപ്റ്റ്. ഓക്കെ, അപ്പോൾ കോ സെക്യൂരിറ്റീസ് ഈ ഗ്യാരണ്ടീഡ് ഡെപ്റ്റ് പേ ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യുന്നു? എഗ്രിമെൻറ്റിലേക്ക് സൈൻ ചെയ്യുന്നു. അപ്പം ഇത്രയും റൈറ്റ്സ് ആണ് റൈറ്റ്സ് ഓഫ് ഷുവറിറ്റിക്ക് ഉള്ളത്. അതായത് ഫസ്റ്റ് റൈറ്റ്സ് ഓഫ് ഷുവറിറ്റീൻ്റെ റൈറ്റ്സിനെ 3 ക്ലാസിഫൈ ചെയ്യാം. എഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്ററും, പിന്നെ രണ്ടാമത് എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്ററും, മൂന്നാമത് എഗെയിൻസ്റ്റ് കോ സെക്യൂരിറ്റീസും. എഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ് റൈറ്റ്സ് ഓഫ് സബ്രോഗേഷനും റൈറ്റ്സ് ഓഫ് ഇൻഡെംനിറ്റിയും വരുന്നത്. അതെന്താണെന്ന് നമ്മൾ നോക്കി. രണ്ടാമത് എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർക്കാണ് റൈറ്റ്സ് ഓഫ് സെക്യൂരിറ്റീം റൈറ്റ്സ് ഓഫ് സെറ്റ് ഓഫ്. റൈറ്റ്സ് ഓഫ് സെക്യൂരിറ്റീസ് പറഞ്ഞാൽ വെൻ ദ സെക്യൂരിറ്റി ഹാസ് പെയ്ഡ് ഓഫ് ദ ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ടു ദ ക്രെഡിറ്റർ. അതായത് ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ എല്ലാ എന്താ പറയുക ലയബിലിറ്റിയും ഏറ്റെടുക്കുന്നു? ഈ ഷുവറിറ്റി പേ ചെയ്യാനുള്ള ഏറ്റെടുക്കുന്നതിനെയാണ് റൈറ്റ്സ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലോ വെൻ ദ ക്രെഡിറ്റർ ഷുവേഴ്സ് ദ ഷുവറിറ്റി ഓഫ് പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ലയബിലിറ്റി. അതായത് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ എന്താ പറയുക, ക്രെഡിറ്റർ സ്യൂ ചെയ്യാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എല്ലാ ലയബിലിറ്റി ഷുവറിറ്റി നൽകുമെന്നുള്ളത്. ഓക്കെ, അത് അയാൾ ഏറ്റെടുക്കുന്നതിനെയാണ് റൈറ്റ്സ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ചെറിയ ടേംസ് ആണ്, രണ്ടും കൃത്യമായിട്ട് നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ റൈറ്റ്സ് ഓഫ് കോ സെക്യൂരിറ്റീസ് ആണ്. മോർ ദാൻ പേഴ്സൺസ് ഉണ്ടെങ്കിൽ അതായത് ഗ്യാരണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സിംഗിൾ പേഴ്സൺ ആണ് സെക്യൂരിറ്റി ഷുവറിറ്റി എന്ന് പറയുന്നു, മറ്റേതാകുമ്പോൾ കോ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഈ 3 റൈറ്റ്സ് ആണുള്ളത്.
പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡിസ്ചാർജ് ഓഫ് ഷ്യൂരിറ്റി ഫ്രം ലയബിലിറ്റി. ലയബിലിറ്റിന്ന് ഒരു ഷ്യൂരിറ്റിക്ക് എങ്ങനെയൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോവാം. അതായത് ഡിസ്ചാർജ് ഓഫ് കണ്ടിന്യൂ ഗ്യാരണ്ടി നോക്കിയ പോലെ തന്നെ ഒരു ഷ്യൂരിറ്റിക്ക് എങ്ങനെയൊക്കെ അതിൽ നിന്ന് ഗ്യാരണ്ടിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവാന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ റിവോക്കേഷൻ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ദെൻ ബൈ ദ കണ്ടക്ട് ഓഫ് ദ ക്രെഡിറ്റർ, തേർഡ് വൺ ദ ഇൻവാലിഡേഷൻ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഓക്കെ.